നമുക്കിനി പ്രാദേശിക വാർത്തകളുടെ പ്രത്യേക സെഗ്മെന്റാണ് നാട്ടിൽ എന്തുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലെ വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചയാണ് വരയാടുകളുടെ കാഴ്ച. ഈ വരയാടുകൾ ഇടയ്ക്കിടയ്ക്ക് സെൻസസ് നടത്താറുണ്ട്. അവരുടെ എണ്ണമൊക്കെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ചില വിലയിരുത്തലുകളും മറ്റുമുണ്ട്. ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ വാർത്ത പശ്ചിമഘട്ട മലനിരയിലെ വരയാടുകളുടെ സെൻസസിന് തുടക്കമായി എന്നുള്ളതാണ്. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. 4 ദിവസം കൊണ്ട് സെൻസസ് പൂർത്തിയാക്കും. വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഇവിടെ ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലുമാണ് കണക്കെടുപ്പ്. ഒരേ സമയം സെൻസസ് പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യം. ഇവയുടെ എണ്ണം തിട്ടപ്പെടുത്തുക വഴി വരയാടുകളുടെ സുരക്ഷയും നിലനിൽപ്പും മെച്ചപ്പെട്ട പരിപാലനത്തിലൂടെ ഉറപ്പാക്കാനാകും. ഉയരം കൂടിയ പർവ്വത മേഖലകളിലെ സുസ്ഥിരവും ആരോഗ്യകരവുമായ ആവാസ വ്യവസ്ഥയുടെ അടയാളമാണ് വംശനാശം നേരിടുന്ന വരയാടുകൾ എന്നതിനാൽ അവയുടെ ശാസ്ത്രീയമായ കണക്കെടുപ്പും സംരക്ഷണവും കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയുടെയും പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുടെയും പരിസ്ഥിതി സന്തുലനത്തിന്റെയും സംരക്ഷണം കൂടിയാണ്. കേരളത്തിൽ 89 സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ 176 സെൻസസ് ബ്ലോക്കുകളുമുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പ് പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിലുള്ളത്. ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത്. ക്യാമറ ട്രാപ്പുകളും സെൻസസിനായി ഉപയോഗിക്കും. ലോകത്ത് 2000 താഴെ ഉള്ളൂ. അതിൽ തന്നെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഇരവികുളത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. 2015-16 കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിന്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ, എവിടെയാണ് കാണപ്പെടുന്നത്, എന്തൊക്കെയുണ്ട്, എത്ര എണ്ണമുണ്ട് എന്നൊന്നും കണ്ടുപിടിക്കുക. കാരണം നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ, കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങൾ കൂടിയാണ് ഈ സ്പീഷീസ്. പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറേബ്യൻ മേഖലയിലുമാണ് നീലഗിരി താർ എന്ന വരയാടുകൾ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക്. ന്യൂസ് 18 ഇടുക്കി. നമുക്ക് ഇനി തിരുവനന്തപുരം ചിറയൻകീഴിലേക്ക് ഒന്ന് പോകണം. അവിടെ മുടപുരം പാടശേഖരത്തിൽ വീണ്ടും കൃഷി ഇറക്കാൻ ഒരുക്കം തുടങ്ങി. കർഷകരും നെല്ലുൽപാദക സമിതിയും ഭൂമി കൃഷിയോഗ്യമാക്കി തുടങ്ങി. 100 മേനി കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. തിരുവനന്തപുരത്തെ വലിയ പാടശേഖരങ്ങളിലൊന്നാണ് കിഴുവിലത്തെ വലിയ ഏലപ്പാടശേഖരം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് 60 ഹെക്ടർ ഉണ്ടായിരുന്ന പാടശേഖരം ഇപ്പോൾ 40 ഹെക്ടറായി ചുരുങ്ങി. നെൽകൃഷി ലാഭകരമല്ലെന്ന കാരണത്താൽ പല കർഷകരും കൃഷി നിർത്തുകയും തുടർന്ന് നിലം നികത്തുകയും ചെയ്തു. ഇന്ന് 40 ഹെക്ടർ ഉണ്ടെങ്കിലും 20 ഹെക്ടറിലെ കൃഷി ചെയ്യുന്നുള്ളൂ. മുൻപ് വർഷത്തിൽ 3 തവണ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ കൃഷി ഇറക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 തവണയെ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗം വർഷങ്ങളായി തരിശായി കിടക്കുകയാണ്. ഇവിടെ 100 മേനി വിളവെടുക്കാമെന്ന ലക്ഷ്യമിട്ടാണ് കൃഷി. ഇതിപ്പോൾ സപ്ലൈക്കോ വരുന്നത് കൊണ്ട് അവർ നെല്ല് ബൾക്കായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കർഷകരെങ്കിലും ഇപ്പോഴും കൃഷി ചെയ്ത് വരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പാട്ടത്തിന് കൊടുക്കാനുള്ള ഒരു തീരുമാനം തന്നെ എടുത്തത്. അതല്ല, നമ്മളിപ്പോൾ മൊത്തം കൃഷി ചെയ്യാൻ ഇവിടെയുള്ള കർഷകർ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് പോകും. അതിന് ആരും സംശയമില്ല. പിന്നെ ഇതിന്റെ സബ്സിഡി ഒക്കെ നമുക്ക് സർക്കാർ യഥാസമയത്ത് ചേരുന്നുണ്ട്. തരിശായി കിടക്കുന്ന ഭാഗം പാട്ടവ്യവസ്ഥയിൽ നെൽകൃഷിക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നെല്ലുൽപാദക സമിതി. പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന വലിയ തോടും അനുബന്ധമായുള്ള ഇടത്തോടുകളും കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തോടിന്റെ സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്നതിനാൽ പഴയ പോലെ ജലസേചന സൗകര്യം ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നുണ്ട്. ന്യൂസ് 18 ചിറയൻകീഴ്. ഇപ്പോൾ അവധിക്കാലമായപ്പോൾ പല സ്ഥലങ്ങളിലും ഈ നീന്തൽ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ക്ലബ്ബുകളുടെയും സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെയായി നീന്തൽ പരിശീലനം നൽകാറുണ്ട്. കൃത്രിമമായ കുളങ്ങളുമൊക്കെ സൃഷ്ടിച്ചാണ്. ഇങ്ങനെ പാലക്കാട് കപ്പൂരിലും സമാനമായി നീന്തൽ പരിശീലനം നടക്കുകയാണ്. ഇതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ട്രോമ കെയറിന്റെ സഹകരണത്തോടെയായിരുന്നു നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ നീന്തൽ പരിശീലനം കപൂർ ജനത ഗ്രന്ഥശാല മുന്നോട്ട് വച്ചത്. ട്രോമ കെയറിലെ വിദഗ്ധർ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി. 55 കുട്ടികൾ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തു. വെള്ളക്കെട്ടിലേക്ക് അതുപോലെ കുളങ്ങളിലേക്കൊക്കെ വീണിട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനത ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാലത്തെ നീന്തൽ പരിശീലനം ഏറെ ഉപകാരപ്രദമെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറഞ്ഞു. ട്രോമ കെയർ യൂണിറ്റിന് രക്ഷാപ്രവർത്തനങ്ങൾക്കും നീന്തൽ പരിശീലനത്തിനും ആവശ്യമായ ട്യൂബുകളും ജനത ഗ്രന്ഥശാല പ്രവർത്തകർ കൈമാറി. പ്രധാനമായും കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതാണ് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് കപൂർ ജനത ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. പരിശീലനം നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി. ന്യൂസ് 18 പട്ടാമ്പി. വേനലവധിക്കാലത്ത് കുട്ടികൾക്ക് വോളിബോൾ പരിശീലനം നൽകുകയാണ് പാലക്കാട് കുമരനെല്ലൂർ ടൗൺ വോളിബോൾ ഗ്രൂപ്പ്. 25 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. കുട്ടികളിലെ കായികക്ഷമത കൂട്ടാനും ഉത്സാഹഭരിതരാക്കാനുമാണ് ലക്ഷ്യം. വേനലവധിയായതോടെ കുട്ടികൾ പരിശീലനത്തിൽ സജീവമായി. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് പരിശീലനം. ഈ കായിക മത്സരങ്ങളും ഈ കായിക ക്യാമ്പുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠനത്തിനും അതുപോലെ തന്നെ കായികക്ഷമത വളർത്താനും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ഭാവിക്കും ഒക്കെ ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. 25ഓളം കുട്ടികൾക്കാണ് സൗജന്യ വോളിബോൾ പരിശീലനം നൽകുന്നത്. കായികാധ്യാപനം വോളിബോൾ കോച്ചുമായ റോഷനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ആദ്യമായാണ് കുമരനെല്ലൂർ ടൗൺ വോളിബോൾ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നത്. ന്യൂസ് 18 പാലക്കാട്. എൻ്റെ കേരളം സർക്കാർ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കാസർഗോഡ് കാലിക്കടവിൽ അരങ്ങേറിയ ദുര്യോധനവധം കഥകളി വേറിട്ട അനുഭവമായി. കലാമണ്ഡലം സ്വരചന്തും സംഘവുമാണ് കഥകളി അവതരിപ്പിച്ചത്. മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള ദുര്യോധനവധം കഥകളിയാണ് കലാമണ്ഡലം സ്വരചന്തും സംഘവും അവതരിപ്പിച്ചത്. കൗരവ സദസ്സിൽ വെച്ചുള്ള ചൂതുകളി, പാഞ്ചാലി വസ്ത്രാക്ഷേപം, ദൂത്, ദുശാസനവധം എന്നീ രംഗങ്ങളാണ് അവതരിപ്പിച്ചത്. ദുര്യോധൻ ചൂത് കളിക്കാനായി പാണ്ഡവരെ ക്ഷണിച്ചു വരുത്തുന്നതും ശകുനിയുമായി ചൂത് കളിക്കുന്ന ധർമ്മപുത്രന് രാജ്യവും ധനവും നഷ്ടമാകുന്നതുമെല്ലാം മനോഹരമായി അവതരിപ്പിച്ചു. പാഞ്ചാലി വസ്ത്രാക്ഷേപവും രൗദ്രഭീമനാൽ ദുശാസനും ദുര്യോധനും വധിക്കപ്പെടുന്നതുൾപ്പെടെയുള്ള കഥാസന്ദർഭങ്ങളാണ് 3.5 മണിക്കൂർ കഥകളിൽ അവതരിപ്പിച്ചത്. ഭീമനായി വേഷപ്പെട്ട ഉദിനൂർ സ്വദേശി സ്വരചന്ദ് വേദിയിൽ നിറഞ്ഞാടി. ധർമ്മപുത്രരായി കലാമണ്ഡലം അക്ഷയും പാഞ്ചാലിയുമായി മീരയും വേഷമിട്ടു. ദുര്യോധനായി കലാമണ്ഡലം അജീഷ്, ദുശാസനായി കലാമണ്ഡലം സായി കാർത്തിക്, ശകുനിയായി കലാമണ്ഡലം സായന്ത്, ശ്രീകൃഷ്ണനായി കലാമണ്ഡലം ഗിരീഷ് എന്നിവർ വേഷമിട്ടു. കലാമണ്ഡലം സാരംഗ് പാട്ടുപാടി കഥകളിക്ക് കഥാപശ്ചാത്തലമൊരുക്കി. ന്യൂസ് 18 കാസർഗോഡ്. മാറുന്ന വികസന കേരളത്തിന്റെ അടയാളമാവുകയാണ് ദേശീയപാത 66. ഒരു കാലത്ത് മലബാറിലേക്കുള്ള കവാടമായിരുന്ന കുറ്റിപ്പുറം പാലത്തിന്റെ പ്രസക്തി മാറിയ കാലത്തും നഷ്ടമായിട്ടില്ല. പഴയ പാലത്തിനപ്പുറം 2 പാലങ്ങളായിട്ടാണ് 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയും അതിന് മുകളിലൂടെ നിർമ്മിച്ച കുറ്റിപ്പുറം പാലവും സാംസ്കാരിക കേരളത്തിന് ഗ്രഹാതുരത്വം നിറഞ്ഞ ഒന്നുകൂടിയാണ്. കാലത്തിന് അനുയോജ്യമായ വികസനത്തിന് ഒപ്പം നിൽക്കേണ്ടത് മാറ്റത്തിന്റെ അനിവാര്യതയാണ്. കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി NH66 വികസനങ്ങൾക്കൊപ്പം പുതിയ പാലം വന്നു. ഏതാനും ദിവസങ്ങൾക്കകം അത് ഗതാഗത യോഗ്യവുമാകും. പക്ഷെ അപ്പോഴും കുറ്റിപ്പുറം പാലം എന്ന ഗൃഹാതുരത അത് മലയാളിയുടെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ വികസനത്തിലും
വളർച്ചയിലും നൽകിയ പങ്ക് നിസ്തുലമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 23ഓളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാണ്. അടിയിലെ ശോഷിച്ച പേരാർ നോക്കി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത ഒരു കാലഘട്ടത്തെ മാത്രമല്ല അടയാളപ്പെടുത്തിയത്, മാറിവരുന്ന കാലാന്തരങ്ങളെ കൂടിയായിരുന്നു. 1953 കൊച്ചി തിരുവിതാംകൂർ മേഖലകളെ മലബാറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുറം പാലം മദ്രാസ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. അതിന്റെ ചരിത്രം ആലങ്കോട് ലീലാകൃഷ്ണൻ ഇങ്ങനെ വിവരിക്കുന്നു. കുറ്റിപ്പുറം പാലം ഒരു വലിയ നാഗരിക വികാസത്തിന്റെ പ്രതീകമാണ്. 52-53 കാലത്താണ് കോഴിപ്പുറത്ത് മാധവമേനോൻ മദ്രാസ് സംസ്ഥാനത്തിൽ മലബാർ മന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിലാണ്. മലബാറിനൊരു മന്ത്രിയുണ്ട്. കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു മലബാർ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ആനക്കര വടക്കത്താണ്. അക്കാലത്ത് കോഴിപ്പുറത്ത് മാധവമേനോൻ മുൻകൈയെടുത്ത് ഈ പാലമുണ്ടാക്കിയപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് സംബന്ധപ്പാലമാണെന്നാണ്. കോഴിക്കോട്ട് നിന്ന് ആനക്കരയ്ക്ക് സംബന്ധത്തിന് പോകാൻ മേനോൻ ഉണ്ടാക്കിയ പാലമാണെന്ന് ആക്ഷേപിച്ച ആളുകളുണ്ട്. കുറ്റിപ്പുറം പാലം എന്ന പേരിൽ ഇടശ്ശേരി എഴുതിയ കവിത കാലാതിവർത്തിയാകുന്നത് കാവ്യഭംഗി കൊണ്ട് മാത്രമല്ല, ആശയസമ്പുഷ്ടത കൊണ്ടും കവിയുടെ ദീർഘവീക്ഷണം കൊണ്ടുമാണ്. മല്ലൂർ കയം ഇനി ചൊല്ലു മാത്രം. അന്നവിടെ മല്ലൂർ കയം എന്നൊരു വലിയ കയം ഉണ്ടായിരുന്നു. ആ കയം ഒരു ചൊല്ലായി മാറും. സത്യത്തിൽ ഇപ്പോൾ മല്ലൂർ കയം ഒരു ചൊല്ലു മാത്രമാണ്. മല്ലൂര ക്ഷേത്രം, ആ തേവർ തെരുവ് ദൈവമായി മാറും. വാസ്തവത്തിൽ ഇപ്പോൾ അങ്ങനെയായി. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കുന്ന അന്തിമഹാകാളൻ കുന്ന, പാലത്തിന് നേരെ എതിർവശത്തുള്ള കുന്ന് ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. അന്ന് JCB കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. JCBയെ കുറിച്ചുള്ള ആലോചന പോലും ശാസ്ത്രത്തിൻ്റെയോ ടെക്നോളജിയുടെയോ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ജൃംഭിതനായ തല ഉയർത്തി നിൽക്കുന്ന ഒരു യന്ത്രക്കിടാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പമ്പരം പോലെ കുന്നിനെ എടുത്ത് കൊണ്ടുപോകും. ഇപ്പോഴും ആ കുന്നിനെ മാന്തി പൂർത്തിയായിട്ടില്ല. 6 വരിപ്പാതയായി വളർന്ന പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഇനി ഭാരതപ്പുഴയെ കാണാനാകണമെന്നില്ല. പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മാണമെങ്കിലും ക്രമേണ എല്ലാ ചരിത്രവും മറവിയുടെ മണൽപ്പരപ്പിലേക്ക് ആണ്ടുപോയേക്കാം. നാടിന്റെ അടയാളങ്ങളായിരുന്ന കാഴ്ചകളെ മായ്ച്ചു കളഞ്ഞ് വികസനം ഒരു യാകാശവും പോലെ കടന്നു വരികയാണ്. അനിവാര്യമായ ഈ വികസനത്തെ എതിരേൽക്കുക തന്നെ വേണം. പക്ഷേ പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും പ്രസക്തമാകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പണ്ടെഴുതിയ ആ വരികളാണ്. അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോരഴുക്കുചാലായി. മാറ്റങ്ങൾക്കൊപ്പം പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പട്ടാമ്പിയിൽ ഫയർഫോഴ്സിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. കെട്ടിടത്തിനായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകി. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ വേണം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ. അതിനാൽ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസമുണ്ടാക്കിയിരുന്നു. ഫയർ സ്റ്റേഷൻ അനുവദിച്ചപ്പോൾ തന്നെ 3 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എന്നാൽ സ്ഥലം ലഭ്യമാകാതിരുന്നത് തടസ്സമുണ്ടാക്കി. തുടർന്നാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിലെ സ്ഥലം വിട്ടു നൽകിയത്. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായി ടെൻഡർ നടപടി പൂർത്തിയായതോടെയാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷന്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടല്ലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പരിമിതികൾക്കിടയിലാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും കഴിയുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഇതോടെ നിലവിൽ സേന നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ന്യൂസ് 18 പാലക്കാട്.
KSRTCക്ക് മികച്ച വരുമാനം ലഭിച്ചിരുന്ന കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായാണ് വാഹനം മാറ്റിയത്. അന്തർ സംസ്ഥാന പെർമിറ്റുള്ള പകരം ബസ് ഇല്ലാത്തതാണ് സർവീസ് നടത്തുന്നതിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ഇടുക്കിയിലെ KSRTC സർവീസുകളിൽ നല്ല വരുമാനമുള്ളതാണ് കട്ടപ്പന ഡിപ്പോയിൽ നിന്നുള്ള കമ്പം അന്തർ സംസ്ഥാന സർവീസ്. ദിവസവും ശരാശരി 15,000 രൂപ മുതൽ 20,000 വരെ വരുമാനവും ലഭിച്ചിരുന്നു. ആഴ്ചകളായി ഈ സർവീസ് മുടങ്ങിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതിനാലാണ് സർവീസ് മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് മറ്റൊന്നില്ലാത്തതിനാലാണ് സർവീസ് നിലച്ചതെന്നും KSRTC അധികൃതർ പറയുന്നു. കുമളിയിൽ നിന്നുള്ള ബസ് എത്തിച്ച് സർവീസ് നടത്തുവാൻ ശ്രമിച്ചെങ്കിലും ഇതും ആദ്യ സർവീസിൽ തന്നെ തകരാറിലായി. സർവീസ് നിലച്ചതോടെ തമിഴ് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകളാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. അന്തർ സംസ്ഥാന സർവീസ് പെർമിറ്റുള്ള കൂടുതൽ ബസ് കട്ടപ്പന ഡിപ്പോയിലേക്ക് അനുവദിക്കണമെന്നും യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗപരിമിതർക്ക് മുച്ചക്ര വാഹനം നൽകി. 7 പേർക്കാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 10 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവിട്ടത്. വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 6 ആളുകൾക്കും SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഉൾപ്പെടെ 7 ആളുകൾക്കാണ് ഇപ്പോൾ ഈ വാഹനം നൽകുന്നത്. 9 പേർക്കാണ് നമ്മൾ ഈ ഒരു വർഷം പദ്ധതി. കൊല്ലത്ത് നിന്ന് നമുക്ക് മാതൃകാപരമായ ഒരു വാർത്തയിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ സാധാരണ വസ്തുക്കളുടെ പേരിൽ തമ്മിലടിച്ച് കോടതി കയറി ഇറങ്ങുന്ന ഒരു കാലമാണ്. നിരവധി കേസുകൾ, സിവിൽ കേസുകൾ പല കോടതികളിലും പെൻഡിംഗായി ഇപ്പോൾ നിൽപ്പുണ്ട്. പക്ഷേ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി സൗജന്യമായി വസ്തു വിട്ടു നൽകി വഴി ഒരുക്കി നൽകിയിരിക്കുകയാണ് കൊല്ലം പൂവറ്റൂർ ദേവിവിലാസം NSS കരയോഗം. നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്കുള്ള നടവഴിയാണ് NSS സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി 3 മീറ്റർ വീതിയിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയത്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. പൂവറ്റൂർ പടിഞ്ഞാറ് തുരുത്തിയിൽ മൂർത്തിക്കാവിന് പ്രദേശത്തുള്ള 16-ൽ പരം കുടുംബങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സഞ്ചാരയോഗ്യമായ ഒരു വഴി എന്നുള്ളത്. നമ്മളുള്ളത് അവിടെ തന്നെയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടൊരു വഴി. ഇത് ഇങ്ങനൊരു വഴി ഇവിടെ ഇല്ലായിരുന്നു. ശരിക്കും കാൽനടയായി മാത്രം നടന്നു പോകാവുന്നൊരു വഴിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മീറ്റർ വീതിയിലാണ് ഇവിടെ വഴി അവർക്ക് കിട്ടിയിരിക്കുന്നത്. ദേവിവിലാസം NSS കരയോഗം ആണ് ഈ ഒരു വഴി അവർക്ക് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്നത്. ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനായിട്ടോ സാധനങ്ങൾ എത്തിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത്. അല്ലേ ചേച്ചി? ഇപ്പോൾ ശരിക്കും ഈ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അല്ലേ ചേച്ചി? എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് കരയോഗക്കാരോട് നന്ദി മുമ്പേ പറയുമോ എന്ന് വെച്ചാൽ അവർ ഞങ്ങൾ ഇന്ന് അപേക്ഷ കൊടുത്തു. പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു കരയോഗത്തിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വഴി കിട്ടി. വളരെ സന്തോഷമുള്ളൂ. അത്രയുള്ളൂ. നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായുള്ള അങ്ങനെ. പിന്നെ ഞങ്ങളിങ്ങനെ അതേ കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അതുവഴിയല്ല. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ തന്നെ നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് ഒരാൾക്ക് മാത്രം പോകുന്നൊരു വഴിയായിരുന്നു. ഭയങ്കര പാടായിരുന്നു. എന്തായാലും ചിത്രം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വഴി കിട്ടുമെന്ന്? പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും കരവക്കാരോടും ബാക്കി അതിന് പുറകിൽ കുറേ പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് തരാനൊരു മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വളരെ സന്തോഷമാണ് ഇവർക്ക്. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു വഴി കിട്ടുമെന്ന്. 3 മീറ്റർ വഴിയാണ്. ഈ വന്ന കാലത്ത് ഒരു തുണ്ട് ഭൂമി പോലും ആരും വിട്ടു നൽകാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു 3 മീറ്റർ വഴി വിട്ടു നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായി തന്നെ മാറുന്നു. NSS കരയോഗം സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും? ഇത് നമ്മൾ ഈ ഭാഗത്ത് ഒരു ഈ സ്കൂളിന് കരയോഗത്തിന് ഉടമസ്ഥയുള്ള സ്കൂളാണ് ഇപ്പോൾ ഒരു DVNSHS. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്ത് മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ട് ഏകദേശം തകർന്നു വീഴുന്ന അവസ്ഥയിലായപ്പോൾ ആ മതിൽ പൊളിച്ചു മാറ്റുകയും ആ സമയങ്ങളിൽ ഇവിടുത്തെ പ്രാദേശിക നിവാസികൾ കരയോഗത്തിലേക്ക് ഒരു അപേക്ഷ നൽകി. അവർക്ക് ഒരു വഴി വീതി കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുണ്ട്. നമ്മൾ അത് കമ്മിറ്റികളിൽ വെച്ച് ചർച്ച ചെയ്ത് കമ്മിറ്റി അനുകൂല തീരുമാനം എടുക്കുകയും പക്ഷേ ആ തീരുമാനം അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പൊതുയോഗത്തിൽ സമർപ്പിച്ചു വിട്ടു. അങ്ങനെ നമ്മളൊരു വിശേഷ പൊതുയോഗം ഇവിടെ കൂടി ആ പൊതുയോഗത്തിൽ ഈ അജണ്ട വെച്ചു. അപ്പോൾ അങ്ങനെ വിശേഷ പൊതുയോഗം ഒന്നടങ്കം കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് ആവശ്യാനുസരണം ഈ വഴി ഇപ്പോൾ നിൽക്കുന്നു പറയുന്നത് പൂവറ്റൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഭാഗത്തോട്ട് ചെല്ലുന്ന വഴിയാണ്. അപ്പം അവിടെ നമ്മൾ ഈ പ്രദേശത്തെ
പ്രാദേശിക പൊതുജനങ്ങൾക്കും പ്രദേശ നിവാസികൾക്കും ഹോസ്പിറ്റലിലൂടെ പോകാൻ വേണ്ടി സൗകര്യാർത്ഥമെന്ന് കണക്കൂട്ടി കരയോഗം ഏകദേശം ഒരു 4 സെൻറ്റ് വസ്തുവോളം കരയോഗം വിട്ടുകൊടുത്ത് ഈ വഴി കൊടുക്കുകയും അതിനുശേഷമാണ് ഇപ്പം പുതിയ മതിൽ നമ്മൾ കെട്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. മതിൽ കെട്ടുന്നത് നമ്മുടെ ചിലവിൽ തന്നെയാണ് തീരുമാനിക്കുന്നത്. എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വഴിയുടെ കാര്യം. കാരണം ആ റോഡിൽ നിന്ന് നമ്മുടെ ഈ താഴോട്ടുള്ള ഈ വഴി മൂർത്തിക്കാവിൻ്റെ അവിടം വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരാൾക്ക് കഷ്ടിച്ച് നടന്നു വരാനുള്ള വഴിയേ ഉള്ളായിരുന്നു. നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ഭയപ്പാടോടുകൂടിയായിരുന്നു. അതാണ് സത്യമായ ഒരു കാര്യം. ഒരു ഭയത്തോടുകൂടി തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. കാരണം പട്ടികളോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്കൊന്ന് ഓടി മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. 2 സൈഡും വലിയ മതിൽ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഇടുങ്ങിയ വഴി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും തുറസായ ഒരു വഴി നമ്മുടെ കരയോഗം വിശ്വാസികൾക്ക്, അത് നമ്മുടെ ഒരു 10-15 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്, അവർക്ക് ഇത്രയും നല്ല വീതിക്കൊരു വഴി നമ്മുടെ കരയോഗ പൊതുയോഗം അംഗീകരിച്ച് നൽകി എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യവും മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 16 പരം സാധാരണക്കാരായ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ് സഞ്ചാരയോഗ്യമാക്കി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 മീറ്റർ വഴി വിട്ടു നൽകിയിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. അനുഷ്ഠാന പെരുമയിൽ കണ്ണൂർ പയ്യന്നൂർ തെരു അഷ്ടമടച്ചാൽ ക്ഷേത്രത്തിലെ മീനമൃതയത്ത് ക്ഷേത്രം കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആബാലവൃദ്ധം ജനങ്ങൾ കൗവായി കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത്. ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന പുരുഷാരം ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങി മഞ്ഞൾക്കുറി അണിഞ്ഞ് ആർപ്പുവിളികളോടെ കവ്വായി കായലിലെത്തി. മത്സ്യം പിടിക്കാൻ ആവശ്യമായ വലകളും ചൂരൽവടികളുമായി പരമ്പരാഗത രീതിയിലാണ് മീനമൃത ചടങ്ങുകൾ. നെയ്ത്തുകുലത്തൊഴിലാക്കിയ സമൂഹം പ്രാചീന കാലത്ത് വിദേശത്ത് വ്യാപാരത്തിനായി പോകുമ്പോൾ കടൽക്കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിനായി ദേവിക്ക് മത്സ്യം നിവേദിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് കളിയാട്ട നാളിലെ മീനമൃത്. 5ാം കലശ ദിനത്തിലാണ് ക്ഷേത്രത്തിൽ മീനമൃത ചടങ്ങുകൾ നടക്കുക. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വലവിരിച്ചും ചൂരൽ കൊണ്ടടിച്ചും മീനുകളെ പിടിക്കും. ദേവിക്ക് നിവേദിക്കാനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി ബാക്കി മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യും. സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത സംഘത്തെ ക്ഷേത്രസ്ഥാനികരും ആചാരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് വാദ്യഘോഷങ്ങളോടെ സ്വീകരിക്കും. ഊർബലിയോടെയാണ് കലോത്സവ മഹോത്സവത്തിന് സമാപനമാകുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. രാവിലെയിൽ ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളാണ്. നമുക്കറിയാം, കശ്മീരിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾ, പാകിസ്ഥാനിലുണ്ടായ സ്ഫോടനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ BJP നേതാവിൻ്റെ വീടിന് മുന്നിൽ തൃശ്ശൂരിൽ ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. IPL വാർത്തകളുണ്ടാകും. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.